സജിൻ മമ്പാട് സംവിധാനം ചെയ്ത് ആദം സാദിഖ്, അൽ-അമീൻ, ഹരി ശിവറാം തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സിനിമയാണ് ഡെർബി. ഇപ്പം നിങ്ങൾ കണ്ടതിൽ എൻ്റെ ഒറിജിനൽ റിവ്യൂവിനേക്കാളൊക്കെ നല്ല സ്ഫുടമായിട്ടുള്ള വാക്കുകൾ, നല്ല ശബ്ദം, നല്ല മികവൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഞാനാവില്ലല്ല. ഇതുപോലെ ആർട്ടിഫിഷ്യാലിറ്റി നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ ഇന്ന് കണ്ട ഡെർബി. 2.25 മണിക്കൂർ. പണ്ട് നമുക്ക് ഹാപ്പി ഡേയ്സ് എന്നൊരു സിനിമ തെലുങ്കിൽ നിന്ന് ഡബ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ കഥയൊന്നുമില്ല, ഒരു 3 വർഷത്തെ അവരുടെ കോളേജ് ജീവിതം. പക്ഷേ അത് തരുന്നൊരു ഫീലുണ്ട്, അതിലൊരു പെയിനുണ്ട്, അത് തരുന്നൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഇപ്പോഴും ആ മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണ് നിറയും, നമുക്ക് ആ കോളേജിൻ്റെ നമ്മളെ കാലം ഓർമ്മ വരും. അത്രയും ഫീൽ തന്നൊരു സാധനമാണ്. അതുപോലെ ഒരു സാധനം 144 പീല് എടുത്ത് വെച്ചിരിക്കുകയാണിത്. ഇതിൻ്റെ കൂടെ മറ്റേ 3 ഇഡിയറ്റ്സ്, ക്ലാസ്മേറ്റ്സ്, പിന്നെ കുറേ ഹിന്ദി പടങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൂടി കയറി വരണുണ്ട്. ഈ സിനിമ, ഈ പടത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്യാമ്പസ് മൂവിയാണിത്. റിയൽ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റേ മാസ്റ്റർ പീസിലുള്ള ആ ഗ്യാങ് ഉണ്ടല്ലോ, മറ്റവരെ പേരെനിക്ക് മറന്നുപോയി. അപ്പോൾ യവന്മാരെ ഒരു കഥ, ഇതുപോലത്തെ ക്രിഞ്ച് 2 ഗ്യാങ്ങുകൾ, 2 വേറെ ഗ്യാങ്ങുകളുണ്ട്, യവന്മാരെ വട്ടത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. അതെങ്ങനെ ഉണ്ടാകും, അതാണ് ഡെർബി. ഈ സിനിമയിൽ ഫസ്റ്റ് ഇയർ വരുന്നു, സീനിയേഴ്സുമായിട്ട് അടിയുണ്ടാവുന്നു. സെക്കൻഡ് ഇയേഴ്സ് പോകുന്നു, വേറെ ജൂനിയേഴ്സും സീനിയേഴ്സുമായിട്ട് അടിയുണ്ടാവുന്നു. തേർഡ് ഇയർ വരുന്നു, ജൂനിയേഴ്സുമായിട്ട് അടിയുണ്ടാവുന്നു. സീനിയേഴ്സ് സപ്ലൈ ചെയ്താൽ പറ്റുന്നവരുമായിട്ട് അടിയുണ്ടാവും. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറേ ഒരു പാട്ടുകൾ, എത്രത്തോളം പാട്ടുകൾ കയറ്റി വിറപ്പിക്കാൻ പറ്റുമോ അത്രയും കയറ്റി വെച്ചിട്ടുണ്ട്. ഗോപി സുന്ദറാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആവേശം ഇതൊക്കെയാണ് ഇപ്പോൾ മ്യൂസിക്കൊക്കെ ഉദ്ദേശിച്ചത്, ആവേശം. പക്ഷേ അനാവശ്യം ആയിപ്പോയത് പോലെയാണ് തോന്നിയത്. ഒരു കാശിന് കൊള്ളു. ഇതിങ്ങനെ എന്ത് ചെയ്താലും പാട്ട് ഫൈറ്റൊക്കെ കാണാൻ കൊള്ളാം, അതും കൊള്ളില്ല. പാട്ടിൽ ഡാൻസ് ഉണ്ട്, കുറേ സ്റ്റെപ്പുകൾ ഇട്ട് കളിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. ഇത് കണ്ട് കുറേ എണ്ണം കൈയടിക്കണുണ്ട്, സൂപ്പർ. ഈ കൈയടിക്കണവന്മാരെ പിടിച്ച് വല്ല ഹോർമൂസ് കടലിടുക്കിലും എല്ലാം കൊണ്ടിട്ടിരുന്നെങ്കിൽ അവന്മാർ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറാനുമായിട്ടൊക്കെ ധാരണയാകുമായിരുന്നു. അമ്മ അതിന് വെറുപ്പിക്കൽ. ഇതിൽ ഇനി കോളേജിൽ കുറേ പ്രത്യേകതയുണ്ട്. കോളേജിൽ ക്ലാസ് അങ്ങ് കാണിക്കില്ല, ഒരു പഠിക്കാൻ പോണതായിട്ടൊന്നും തോന്നല്ല. ഇടയ്ക്ക് ഒരു സീനിൽ ഒരു കൊച്ച് ക്ലാസ്സിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ടീച്ചർ കയറി വരുന്നതാണ് ക്ലാസ് റൂമിൽ അവർ ഇരിക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ പരീക്ഷ നടക്കുന്ന ഒരു സമയം. അല്ലാതെ ബാക്കിയുള്ള സമയത്ത് നമ്മളെ കനകുന്ന് അവിടെ എവിടെയെങ്കിലും പിള്ളേർ പോയിരുന്ന് ഗ്യാങ്ങായിട്ട് പോയി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സുഭാഷ് പാർക്കിൽ പോയിരുന്ന്, അതുപോലത്തെ ഒരു കോളേജ്. വേറെ ഫുള്ള് ഔട്ട്ഡോർ പരിപാടിയാണ്. ആ പാടെ 10-100 പേരൊക്കെ ഉള്ള ഒരു കോളേജ്. ഈ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഒരു കഫ്റ്റീരിയ, ഇങ്ങനെ കിടന്ന് കറങ്ങിയിരിക്കണം. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവന്മാരെ കയ്യിൽ വെച്ച് അവന്മാർക്ക് ഇടയ്ക്കിടെ സസ്പെൻഷനിൽ പോകുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണോ പറഞ്ഞത് എന്തോ. അല്ലെങ്കിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരല്ലേ, ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. പക്ഷെ അങ്ങനെ ഇവരുടെ സംസാരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഫുൾ ആർട്ടിഫിഷ്യാലിറ്റി. അതായത് ഈ സബ് ജില്ലാ കലോത്സവത്തിലൊക്കെ എല്ലാ വർഷവും കണ്ടുമുട്ടുന്ന ഒരേപോലത്തെ മത്സരങ്ങളിൽ മികവ് കാണിച്ച് വന്ന ആൾക്കാർ തമ്മിൽ പരിചയപ്പെടില്ല. അതുപോലെയാണ് ഇതിലെ സീനിയേഴ്സ് ജൂനിയേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത്. അവർ ഡെയിലി കണ്ട പോലത്തെ ഒരു ഭാവമേ ഇല്ല. 6 മാസം മുമ്പുള്ള കാര്യത്തിൽ തുടർച്ചയായിട്ട് 6 മാസത്തിന് ശേഷം അവർ സംസാരിക്കും. അങ്ങനത്തെ ഒരു കാര്യം. കാരണം വേറെ ഒന്നുമില്ല ഈ പടത്തിൽ. കണ്ടിന്യൂസ് ആയിട്ട് ഫ്രഷേഴ്സ് ഡേ വരുന്നുണ്ട്, ഓണം വരുന്നുണ്ട്, അടുത്തതുപോലെ സെലിബ്രേഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ പരിപാടിയൊന്നും ഈ കോളേജ് നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതരം കോളേജാണ്. പിന്നെ കോമഡിയൊക്കെ ഇടയ്ക്ക് എന്തൊക്കെയോ, അൽ-അമീൻ്റെ കുറച്ച് കോമഡി ഉണ്ട്, അല്ലാതെയും കുറേ കോമഡി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബസ് എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്, ഇത് ബസ്സല്ലല്ലോ കാരവാനല്ലേ, ചിരിച്ചോ എല്ലാവരും ചിരിച്ചോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് തുടങ്ങി ഇവന്മാർ ഇതിലൊരു സീനിയർ ഗ്യാങ് ഉണ്ട്, വില്ലൻ ഗ്യാങ്. അവന്മാർ ഭയങ്കര ചൊറിയന്മാരും വെറുപ്പിക്കലുമാണ്. അവന്മാരൊക്കെ വെച്ച് അടിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലെ നായകന്മാരെ വെറുപ്പിക്കൽ കാണുമ്പം അതിനപ്പുറം. അതുകൊണ്ട് യവന്മാർക്ക് അവന്മാർ ഇത് 2 കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അത് നേരെ ഉൾട്ടയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നണം. വില്ലന്മാരെ അടിക്കണം പറ്റിക്കണമെന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നിടത്ത് യവന്മാർക്ക് 2 ചവിട്ട് കിട്ടി കിടക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഒരുപാട് മൊമെൻറ്റ് ഈ പടത്തിലുണ്ട്. അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു ഈ നായകൻ ഗ്യാങ്. ഇവന്മാരെ അഭിനയം മോശമൊന്നും ഞാൻ പറയില്ല, കുറേ പേരൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന ഡയലോഗ്സ്, സീന് ബിൽഡ് വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് യവന്മാർക്കൊന്ന് കിട്ടി പണ്ടാറുടങ്ങി പോട്ടെ എന്നുള്ള ഒരു ചിന്ത വേണം. പിന്നെ ഈ പാട്ടുകൾ സഹിക്കാൻ പറ്റില്ല. ഗോപി സുന്ദർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി എത്തിയപ്പോൾ ഫസ്റ്റ് ഇയർ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ഇയർ കുറേ നേരം കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലിനോട് അടുത്ത് വരുമ്പോഴേക്കും ഒരു പ്രചണ്ഡ സാധനം കോളേജിൽ കൊണ്ടിറക്കണുണ്ട്. ചിരിച്ച് മരിക്കും. ഭയങ്കര മാസൊക്കെയാണ് ഒരു ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിൻ്റെ പരിപാടി കളർഫുൾ പരിപാടിയൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കളർഫുൾ പരിപാടി, ഫാൻറ്റം ഫ്ലക്സ്, ഫൈറ്റ്, സ്ലോ മോഷൻ പരിപാടിയെല്ലാം ഗ്രാൻഡ് പരിപാടി. പക്ഷേ ഒന്നുമില്ല, കണ്ടന്റ് ഇല്ലാതെ ഇവർ ഈ ഇൻ്റർവെൽ ബ്ലോക്കിൽ ഒരു സാമാനം കൊണ്ടുവച്ചിട്ട് ഇൻ്റർവെല്ലിൽ എന്ന് എഴുതി കാണിക്കുന്നത് തൊട്ട് മുമ്പെയാണ് സിനിമയുടെ പേരും സംവിധായകൻ്റെ പേരും ഒക്കെ എഴുതി കാണിക്കുന്നത്. അപ്പോഴ് സിനിമ തീർന്നു എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു പുണ്യജന്മങ്ങൾ. ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് പടമുണ്ട്, ദേ വിൽ കിൽ യു. അതാണ് അതിൻ്റെ അനുഭവം. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇവർ ഇങ്ങനെ പോകുന്നു, ചൊറിയണ വഴക്കുണ്ടാക്കണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഫുള്ള് നാച്ചുറലായിട്ടാണ് അവർ അടി ഉണ്ടാക്കുന്നത്. ഒരു പെണ്ണിൻ്റെ കൈ കയറി പിടിക്കുമ്പം എന്താണെന്ന് ചോദിക്കുന്നു, അവൻ വളയിലടിക്കുന്നു, തിരിച്ചടിക്കുന്നു, അങ്ങനത്തെ അടി. പിന്നെ കോളേജിനകത്ത് വണ്ടിയിൽ വന്നിറങ്ങുന്നത് ഇഷ്ടപ്പെടുന്നില്ല, ഷർട്ട് ഇടുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെയൊക്കെ പേരിൽ അടിയാണ്. ഇതൊക്കെ ഫ്രഷ് സബ്ജക്റ്റാണ് കേട്ടോ, ഇതെല്ലാം ഫ്രഷ് കാര്യങ്ങളാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒക്കെ പോയി. ഈ ഫസ്റ്റ് ഹാഫിൻ്റെ അതേ റിപ്ലിക്കേറ്റഡ് സെക്കൻഡ് ഹാഫ്. ആൾക്കാരൊക്കെ മാറി തിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. പല യുവമാർ ഇടി വാങ്ങണയൊക്കെ അതുപോലെ തന്നെ പോകുന്നുണ്ട്. ഇതിൽ പോകണം. പിന്നെ സാഗർ സൂര്യ ടീമുകളൊക്കെ വരുന്നുണ്ട്. സാഗറിനെ കാണാൻ ഭയങ്കര രസം കേട്ടോ കാണാൻ. പക്ഷേ റോളൊന്നുമില്ല, ഒരു അവളോടായിട്ട് തന്നെ നിറച്ചുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ സാഗർ സൂര്യ. പിന്നെ അവന്മാരുടെ അടുത്ത് ഇവന്മാർക്ക് ഇത് തന്നെയാണ് യോഗം. ഇവരെ തലയിലെഴുത്തതായി ഇപ്പം എന്തിരി അങ്ങനത്തെ ഒരു കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്മാരടുത്ത് ഒരു ഇമോഷണൽ കണക്ഷനോ യവന്മാരെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ സഞ്ചരിക്കാനോ ഇത് കുറേ റൊമാൻറ്റിക് സീനുകളൊക്കെ ഉണ്ട്. എന്തിനെടുത്ത് വച്ചിക്കണമെന്നോ ഒന്നും ഓർഗാനിക്കായിട്ടോ ആ ഫീലോ നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ സ്പോയിലറായി പോകണം, ഞാൻ പറയല്ലേ, കുറേ കോമഡികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കോളേജ് ആകുമ്പോൾ എന്ത് വേണം, ടൂർ വേണം. ടൂറിന് പോകുന്നു, ഉണ്ടാന കായമെൻറും എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറേ സീനുകൾ ചുമ്മാ കാണിച്ച്. ഇനി ഈ പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഒരു സാധനം കണ്ട് അത് വൈറലായി, നാട്ടുകാർ മൊത്തം വൈറലായപ്പോൾ ഈ കോളേജിൽ സിനിമ ഷൂട്ടിങ്ങിന് വരണമെന്നുണ്ട് കുറച്ച് എടാ ആ സാധനം കണ്ടിട്ട് പറഞ്ഞെങ്കിൽ ആ സാധനത്തിനല്ലേ ഇവിടെ ഹൈലൈറ്റ്. കോളേജിൽ അത് പറ്റുന്നത് ബന്ധം. ഇപ്പോൾ കോളേജിൽ സിനിമ ഷൂട്ടിങ്ങിന് വരുന്നു, കുറേ നേരം അങ്ങനെ പോകണം. നമ്മൾ ഷൈൻ ടോം ചാക്കോ, ശബരീശ്വർ എന്തിനെടുത്തിട്ടിരിക്കണമെന്നോ ആ സീനിൻ്റെ ആവശ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും കാണിച്ചുകൊണ്ട് പോട്ടെ. ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനമുണ്ട്. അത് കഥയിൽ പ്ലേസ് ആയില്ലെങ്കിൽ അതിനൊരു പാട്ടുണ്ടാക്കുക, അതിലേക്ക് കാണിച്ച് പോവുക, അതാണ് പരിപാടി. പിന്നെ കോളേജ് ബസ് ആകുമ്പോൾ ഒരു മർഡറൊക്കെ വേണ്ടേ, നല്ല ത്രില്ലുള്ളൂ. എല്ലാ പടത്തിലും അങ്ങനെയാണല്ലോ, ഒരു മർഡറുണ്ട് ഇതിനകത്ത്. മർഡർ ചെയ്യാൻ പോണവരൊക്കെ മറ്റേ ഭയങ്കര ഹെവി ബിൽഡപ്പിലൊക്കെയാണ് പോണത്. 50 ലിറ്റർ രക്തമുള്ള ഒരു ഇതാണ് മരിച്ചിരിക്കുന്നത് അതിനകത്ത്. അതിൽ അവന്മാരെ കാണുമ്പോൾ എനിക്ക് മറ്റേ ഈ റെയിൻ കമ്മയ്ക്കനൊക്കെ ഓർമ്മ വന്നു. പിന്നെ നല്ല നൻപൻ വേണ്ടും മെൻറ് അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറേ നേരം, പിന്നെ കുറച്ച് നേരം റൊമാൻസ്, കുറച്ച് നേരം ഇത് എല്ലാം ക്രിഞ്ച് പരിപാടി, എല്ലാം ക്രിഞ്ച് ആർട്ടിഫിഷ്യൽ പരിപാടികൾ. ഒരൊറ്റ സാധനം പോലും ഓർഗാനിക്കായിട്ട് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. സുഹ്റ അമീർ സുഹൈൽ സ്ക്രിപ്റ്റിൽ ഒന്നുമില്ല. ഇത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ അതുപോലെയൊക്കെ പിടിക്കാൻ നോക്കിയതാണ്, ഒത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇല്ല, നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഒരു സാധനം ഡയലോഗും ഇല്ല, ഒരു സീനും ഇല്ല. എല്ലാ പഴയ പടങ്ങളിലൊക്കെ കണ്ടുമടുത്ത ക്ലീഷയായിപ്പോയി. ആദം സാദിഖാണ് മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഹോസ്റ്റൽ സിനിമയിൽ മമ്മൂക്കയുടെ മറ്റേ കോളേജ് ജീവിതം കാണിച്ചത് കാണാനൊക്കെ നല്ല രസമുണ്ട്, കുഴപ്പമില്ലാതൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഡയലോഗ് ഡെലിവറിയൊക്കെ ഭയങ്കര മോശമാണ്. അല്ല മീനുണ്ട്, ഇടയ്ക്ക് എന്തൊക്കെ കൗണ്ടർ 1-2 വർക്ക് ആയിട്ടുണ്ട്. ബാക്കി കൂടുതൽ സമയം ആളിയാനൊന്നും ചെയ്യാനില്ലാതെ അവിടെ നിൽപ്പായിരുന്നു. ഹരീഷ് ശിവറാമുണ്ട്, അദ്ദേഹം മറ്റേ ആവേശ സിനിമയിൽ എനിക്ക് കിട്ടേണ്ടതൊക്കെ ഞാൻ കിട്ടി, നിങ്ങൾ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ ചെറുക്കയില്ല, അവനാണ്. അവൻ അതിൽ കിട്ടാത്തതെല്ലാം ഇതിൽ വാഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ റിഷ് NK, അവൻ ഒരു ഉസ്താദായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു, നല്ല രസമായിരുന്നു അവൻ. പെർഫോമൻസ് കൊള്ളാമെന്നേ ഉള്ളൂ, കഥാപാത്രമൊക്കെ കണക്ക് തന്നെ. പിന്നെ ജസ്നിയ ഉണ്ട്, ഡാൻസ് അമ്മാവനും മരുമകളുമായിട്ടുള്ള ഡാൻസ് കിട്ടി വൈറലായ കൊച്ച് റോൾ ചെയ്തിട്ടുണ്ട്. സാഗർ സൂര്യ ഉണ്ട്, ഫ്രാങ്കോ ഫ്രാൻസിസ് ഉണ്ട്. അവരെ സാഗർ സൂര്യയൊക്കെ ഒരു ഗ്യാങ്ങാണ്. പിന്നെ ശിവരാജ്, അവനാണ് മെയിൻ വില്ലനായിട്ട് വന്നിരിക്കുന്നത്. നോക്കി പേടിപ്പിക്കുക, കണ്ണുരുട്ടി കാണിക്കുക. എന്തിനാണ് ഇവർ അടി ഉണ്ടാക്കുന്നത്, എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെയെങ്കിൽ അങ്ങനെ അതുപോലും ഇല്ല. നിങ്ങളൊക്കെ തമ്മിൽ ചെല്ലി ചാവട എന്നാണ് പറയുന്നത്. പ്രവീൺ, ജോണി ആൻ്റണി ഉണ്ട്. ജോണി ആൻ്റണിക്ക് ചില സമയത്ത് ജോണി ആൻ്റണി എന്താണ് പറയണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. ജോണി ആൻ്റണിയാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പൾ. പിന്നെ കുറേ ടീച്ചർമാരുണ്ട്. യുവമാരൊക്കെ അവിടെ വലിയ ഫംഗ്ഷൻ നടക്കുമ്പോഴാണ് ഇവിടെ മൊത്തം അടി നടക്കുന്നത്. ഈ അടി നടക്കുമ്പോഴൊക്കെ യുവമാർ മാളത്തിൽ പോയി വിളിച്ചിട്ട് എല്ലാം കഴിയുന്ന സ്ഥലത്ത് നിർത്തടാ എന്ന് പറയും. പിന്നെ ഒന്നും ഇല്ല കേട്ടോ അവിടെ. പിന്നെ ഈ വിഷയം പിന്നെ ഒരു വലിയൊരു നടപടി എടുക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവിടെ പറഞ്ഞിട്ട് ഓക്കെ സഭ പിരിച്ചുവിട്ടിക്കുന്നു പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ സാറന്മാർ, ഷാഫി കൊല്ലമുണ്ട്, ഇവരൊക്കെ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദൻ രാമാനുജം, അദ്ദേഹം കിടിലൻ സിനിമോട്ടോഗ്രാഫറാണ്. അദ്ദേഹം കുറേ സ്ലോ മോഷനെ കിട്ടി എന്തൊക്കെയോ ചെയ്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു കുടയിൽ പോകുന്ന സമയത്ത് രണ്ടുപേരെ മുഖത്ത് നല്ല വെളിച്ചം. ഈ അടിയിൽ ലൈറ്റൊക്കെ കത്തിക്കുന്ന കുട ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയാണ് ലൈറ്റിംഗ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ജെറിൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തതിൻ്റെ എഡിറ്ററാണ്. കാരണം യുവമാർക്ക് ഡാൻസ് കളിക്കാനോ ഉണ്ടോ ഫൈറ്റ് ചെയ്യാനോ ഉണ്ടോ നേരെ ചൊവ്വ അതെല്ലാം ഈ എഡിറ്റിങ്ങിലൂടെ എങ്ങനെയെങ്കിലും കാണിച്ച് തെളിയിക്കാൻ പറ്റുമോ എന്ന് ഒരു മാക്സിമം അളിയെ നോക്കിയിട്ടുണ്ട്. അളിയെ നല്ല ഭാവി ഉണ്ടാവട്ടെ. M.R. രാജേഷനാണ് സൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ അതൊക്കെ സീനുകളിൽ ഒരു കഥ പറയുന്ന സമയത്ത് ഒരു ഫീൽ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ എനിക്ക് അതിൽ എടുത്ത് അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ നിസാർ അഹമ്മദ്, ഫസ്റ്റ് ഒരു പെണ്ണ് വന്ന് ഡാൻസ് കളിക്കും. ഡാൻസും പാട്ടും തമ്മിലൊരു ബന്ധവുമില്ല. ഈ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ ഇതിലുള്ള പണി സിനിമയിൽ നിർത്തിയിട്ട് പോയാടാ ഫുള്ളാക്കിയിട്ട് പോടാന്ന് പറഞ്ഞ കൊച്ചല്ല അത്. പൊന്നു കോമഡി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലേ പോയി അത് കാണുമ്പോഴേ പോയി. ഒരു ബന്ധമില്ലാത്ത കോസ്റ്റ്യൂംസും കൊടുത്തിരിക്കുന്നു. നിങ്ങളാണല്ലേ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത്, നിസാർ റഹ്മത്ത് നന്നായിട്ടുണ്ട്.
പിന്നെ KS രാജശേഖറാണ് കളറിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു മാന്യത പുലർത്തിയിട്ടുണ്ട്. ഈ സിനിമ 2.25 മണിക്കൂർ, നമുക്ക് ഒരിക്കലും 2.25 മണിക്കൂറായിട്ടുള്ള ഒരു സിനിമ കണ്ട് തീർന്നതായിട്ടുള്ള ഒരു ഫീല് പോലുമില്ല. നമ്മൾ അതിൽ കൂടുതൽ സമയം ആ ദുരന്തരൊക്കെ എടുത്ത് അങ്ങനെ സമ്മതിക്കണം കേട്ടോടെ. ഇപ്പോഴൊക്കെയാണ് പൂവിട്ട് തൊഴാൻ തോന്നുന്നത്. 2.25 മണിക്കൂർ ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് എത്ര പ്രാവശ്യം ഞാൻ മൊബൈലിൽ സമയം നോക്കിയെന്ന് എനിക്ക് തന്നെ ധാരണ. ഇത് തീരുന്നില്ലല്ലോ, ഒരേ സീനുകൾ, മറ്റേ ടൈം ലൂപ്പിൽപ്പെട്ട അവസ്ഥയാണ്. അവന്മാർ എന്തെങ്കിലും കേസ് കൊണ്ട് വഴക്കുണ്ടാക്കുന്നു, ഇടി വാങ്ങിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ കുറേ നേരം അതിനൊരു പാട്ട് വരുന്നു, വീണ്ടും ഇടി വാങ്ങിക്കുന്നു, പിന്നെ ഒരു റൊമാൻറ്റിക് സീന്, പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് കാണിച്ച് 2.25 മണിക്കൂർ അവർ ഷൂട്ട് ചെയ്തതെല്ലാം അതിലെടുത്ത് ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയാണ് ഡെർബി. നിങ്ങളെ വോട്ടും കണ്ട് നിങ്ങളൊക്കെ നല്ല വോട്ട് കിട്ടുമെന്ന് സോഷ്യൽ മീഡിയയിൽ കുറേ തള്ളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന് പോയി തല വെച്ചത്. എല്ലാവരും പോയി കാണുക. ചിലപ്പോൾ ഞാൻ മറ്റേ എനിക്ക് ആട് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, ഒരു ആവറേജ് ഒക്കെ പോലെയാണ് തോന്നിയെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ പിടിച്ച് തന്ത വൈബാക്കി. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ തന്ത വൈബിൻ്റെ കുഴപ്പമായിരിക്കും. ഇവിടെ നമ്മൾ കോളേജും ഇതൊന്നും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, അതിൻ്റെ കുഴപ്പമായിരിക്കും. നിങ്ങളൊക്കെ പോയി കണ്ട് അനുഭവിച്ച് അറിയാം. സൂപ്പറാണ്, സൂപ്പർ. എന്തരാ വരട്ടെ.